ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് വളരെ നാളുകൾക്ക് ശേഷം പ്രവചിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു തിരക്കഥയുള്ള ഫിലിമാണ്. ഇതൊരു വ്യത്യസ്തമായ ആശയമാണ്. നമുക്കെല്ലാവർക്കും എളുപ്പത്തിൽ ഈ കഥയുമായി കണക്ട് ചെയ്യാൻ സാധിക്കും. കാരണം ഈ സിനിമയുടെ പശ്ചാത്തലം ഒരു ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഈ സിനിമയിലെ നായിക ഒരു മോഡേൺ IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. പെട്ടെന്നൊരു ദിവസം ആ ഓഫീസിലെ ഒരു പ്രത്യേക ഫ്ലോറിലുള്ള ജീവനക്കാരെ ഓരോരുത്തരായി ദുരൂഹ സാഹചര്യത്തിൽ കാണാതാകുന്നു. അവർ ഓഫീസിന് വെളിയിലേക്കെങ്ങും പോയിട്ടില്ല, ഓഫീസിനുള്ളിൽ വെച്ച് തന്നെയാണ് കാണാതാവുന്നത്. ഇത് അന്വേഷിക്കാൻ നായിക ശ്രമിക്കുമ്പോൾ ക്ലൈമാക്സിൽ വരുന്ന ട്വിസ്റ്റ് നിങ്ങളെ ഞെട്ടിക്കും. എങ്ങനെയാണ് ആ ജീവനക്കാർ കാണാതാകുന്നത്? അതിന് പിന്നിലെ കാരണമെന്ത്? ഇങ്ങനെയുള്ള നിരവധി ട്വിസ്റ്റുകളിലൂടെ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കഥയാണ് ദി ഓഫീസ്. നിങ്ങളുടെ സ്വന്തം ഫിലിം ടെല്ലർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. നമുക്കിനി കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ വളരെ തിരക്കുള്ള ഒരു നഗരമാണ് കാണിക്കുന്നത്. നഗരജീവിതം എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എല്ലാവരും ജോലിയുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു കൂട്ടത്തിനിടയിൽ ഒരാളെ നമുക്ക് കാണിച്ചു തരുന്നു. അയാൾ ഒരു കോഫി ഷോപ്പിൽ എന്തോ ആലോചിച്ചിരിക്കുകയാണ്. അയാളുടെ ഉള്ളിൽ എന്തൊക്കെയോ ചിന്തകൾ ഓടുന്നതുപോലെ തോന്നും. ജോലി കഴിഞ്ഞ് അയാൾ വീട്ടിലെത്തുമ്പോൾ അയാളുടെ കുടുംബം അയാൾക്കായി കാത്തിരിക്കുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് അയാളുടെ മകൻ "അച്ഛാ വന്നോ?" എന്ന് ചോദിച്ചു വരുന്നു. ശേഷം എല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ അത്താഴം കഴിക്കുന്നു. അത് കഴിഞ്ഞ് കുടുംബം മുഴുവൻ ഹാളിലിരുന്ന് എന്തോ വിനോദങ്ങളിലേർപ്പെടുമ്പോൾ ഈ വ്യക്തി കയ്യിലൊരു ചുറ്റികയുമായി അവിടെ വന്ന് നിൽക്കുന്നു. പിന്നീട് ആ ചുറ്റികയുപയോഗിച്ച് സ്വന്തം കുടുംബത്തെ മുഴുവൻ അടിച്ചു കൊന്നിട്ട് അയാൾ അവിടെ നിന്നും ഒളിവിൽ പോകുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. അതേ നഗരം, അതേ തിരക്കുള്ള രാവിലെ. ജോലിക്ക് പോകാൻ വേണ്ടി എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ കാണിക്കുന്നു. ഇവളാണ് ഈ സിനിമയിലെ നായിക. പേര് മിയാലി. അവൾ വളരെ കഷ്ടപ്പെട്ട് ട്രെയിനിലും ബസ്സിലുമൊക്കെ കയറി ഓഫീസിലെത്തുമ്പോൾ വൈകിയിരുന്നു. പതിവുപോലെ ആരും ശ്രദ്ധിക്കാതെ പതുക്കെ പോയി സീറ്റിലിരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് കമ്പനി ഡയറക്ടറുടെ അടുത്ത് ഒരു ഉയരമുള്ള ഒരാൾ സംസാരിച്ചു നിൽക്കുന്നത് അവൾ കാണുന്നത്. അതാരാണെന്ന് അടുത്തിരിക്കുന്ന സഹപ്രവർത്തകയോട് ചോദിക്കുന്നു. ഇവളുടെ പേര് യാം. അയാളൊരു പോലീസ് ഓഫീസറാണെന്നും ഒരു അന്വേഷണത്തിനായി വന്നതാണെന്നും അവൾ പറയുന്നു. "അന്വേഷണമോ? എന്തിനുവേണ്ടി?" എന്ന് നായിക ചോദിക്കുമ്പോൾ, "നീ വാർത്ത കണ്ടില്ലേ? ഒരാൾ ചുറ്റിക കൊണ്ട് സ്വന്തം കുടുംബത്തെ തലക്കടിച്ച് കൊന്നിട്ട് ഒളിവിൽ പോയിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ മാനേജർ കിം ആണെന്ന് അവൾ മറുപടി നൽകുന്നു. ഇത് കേട്ട് നായിക ഞെട്ടിപ്പോകുന്നു. കാരണം തലേ ദിവസം രാത്രി വരെ തന്റെ സീറ്റിന് പിന്നിലിരുന്ന് വളരെ സാധാരണ രീതിയിൽ ജോലി ചെയ്ത ഒരാളാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് കേൾക്കുമ്പോൾ ആർക്കായാലും ഭയം തോന്നുമല്ലോ. നായിക ഭയന്നിരിക്കുമ്പോൾ തന്നെ കമ്പനി ഡയറക്ടർ പോലീസ് ഓഫീസറെ കൂട്ടി അവിടേക്ക് വരുന്നു. കിമ്മിനെക്കുറിച്ച് ഇദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടെന്നും എല്ലാവരും സഹകരിക്കണമെന്നും പറഞ്ഞ് ഡയറക്ടർ അവിടെ നിന്നും പോകുന്നു. പോലീസ് ഓരോരുത്തരായി ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. സത്യത്തിൽ പോലീസ് ഓഫീസറല്ല, അയാളുടെ അസിസ്റ്റന്റാണ് ചോദ്യം ചെയ്യുന്നത്. ആദ്യം ഹാൻ എന്ന ഒരു സ്ത്രീയെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇവർ ടീമിലെ ഒരു സീനിയറാണ്. കിമ്മിനെക്കുറിച്ച് അവർക്കെന്താണ് തോന്നുന്നത് എന്നും അയാൾ എപ്പോഴെങ്കിലും ഒരു സൈക്കോപാത്തിനെ പോലെയോ മാനസിക നില തെറ്റിയതുപോലെയോ പെരുമാറിയിട്ടുണ്ടോ എന്നും ചോദിക്കുന്നു. എന്നാൽ അയാൾ വളരെ ശാന്തനായിരുന്നു എന്നും അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നവർ മറുപടി നൽകുന്നു. "വിശ്വസിക്കാൻ പറ്റുന്നില്ല സാർ" എന്നവൾ പറയുമ്പോൾ, "എന്താടോ, ഒരു ചുറ്റികയെടുത്ത് സ്വന്തം കുടുംബത്തെ മുഴുവൻ അടിച്ചു കൊന്നവനെയാണോ നീ സാധാരണക്കാരനെന്ന് പറയുന്നത്? ശരി, നീ പോയിക്കോ" എന്ന് പറഞ്ഞ് അവളെ അയച്ചിട്ട് അടുത്തതായി ലിയാൻ എന്നയാളെ വിളിച്ചു ചോദ്യം ചെയ്യുന്നു. അവനും അതേ ടീമിലുള്ളയാളാണ്. കിമ്മിന് എന്തെങ്കിലും മാനസിക വിഷമമോ ടെൻഷനോ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, "ഇല്ല സാർ, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല" എന്ന് അവനും മറുപടി നൽകുന്നു. അവൻ അതൊറ്റ വരിയിൽ അവസാനിപ്പിക്കുന്നു. അതിനുശേഷം നായികയുടെ അടുത്ത സീറ്റിലിരിക്കുന്ന യാമിനെ വിളിച്ചു ചോദ്യം ചെയ്യുന്നു. അവളും മറ്റുള്ളവരെ പോലെ തന്നെയാണ് പറയുന്നത്. അദ്ദേഹം വളരെ സാധാരണക്കാരനായിരുന്നു. "ഞങ്ങൾക്കിത് എങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലാകുന്നില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ടീം ലഞ്ചിനോ ഡിന്നറിനോ വിളിച്ചാൽ പോലും അദ്ദേഹം വരാറില്ല. ജോലി കഴിഞ്ഞ് ഉടനെ തന്റെ കുടുംബത്തിന്റെ, പ്രത്യേകിച്ചും മകന്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നയാളായിരുന്നു അദ്ദേഹം." അപ്പോഴാണ് അസിസ്റ്റന്റ് ആ ചോദ്യം ചോദിക്കുന്നത്. ഒരുപക്ഷേ അദ്ദേഹത്തിന് കുടുംബം കൂടാതെ ഓഫീസിൽ മറ്റേതെങ്കിലും പെൺകുട്ടിയുമായി അവിഹിത ബന്ധമുണ്ടായിരുന്നോ? ഇത് കേട്ടതും യാം പൊട്ടിച്ചിരിക്കുന്നു. "കിമ്മിന് അവിഹിത ബന്ധമോ? നിങ്ങൾ എന്ത് കാര്യമാണിത് പറയുന്നത് സാർ? അദ്ദേഹം അതിനൊന്നും പറ്റിയ ആളല്ല" എന്ന് പറഞ്ഞ് അവൾ ചിരിക്കുന്നു. "ശരി, നീ പോയിക്കോ" എന്നു പറഞ്ഞ് അടുത്തതായി ജോയ് എന്നയാളെയാണ് വിളിക്കുന്നത്. എല്ലാ ഓഫീസിലും സ്ഥാനക്കയറ്റത്തിനായി എന്തും ചെയ്യുന്ന മേലുദ്യോഗസ്ഥരുടെ പ്രീതി പിടിച്ചുപറ്റാൻ നടക്കുന്ന ഒരാളുണ്ടാകുമല്ലോ. അങ്ങനെയുള്ള ഒരു സ്വഭാവമാണ് ഇയാൾക്ക്. ഇവനോട് കിമ്മിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവനും കാര്യമായി ഒന്നും പറയാനില്ലെന്ന് മറുപടി നൽകുന്നു.
അപ്പോൾ ഇൻസ്പെക്ടർ ഒരു ചോദ്യം ചോദിക്കുന്നു. നിങ്ങളുടെ ഓഫീസിൽ മാനേജറിൽ നിന്ന് ഡയറക്ടറാകാൻ എത്ര കാലമെടുക്കും? അതിന് ഒരു 4 വർഷം കൊണ്ടാകാം സാർ എന്ന് ജോയ് മറുപടി നൽകുന്നു. അങ്ങനെയെങ്കിൽ 6 വർഷമായിട്ടും കിമ്മിന് എന്തുകൊണ്ട് പ്രമോഷൻ കിട്ടിയില്ല? അദ്ദേഹത്തിന് ലഭിക്കേണ്ട അംഗീകാരങ്ങളൊന്നും ലഭിക്കാതെ ജൂനിയേഴ്സിന്റെ ഇടയിൽ അദ്ദേഹം അപമാനിക്കപ്പെട്ടില്ലേ എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുന്നു. അതിന് ജോയ് പറയുന്നത് ഈ ഓഫീസിൽ കൃത്യമായ ഒരു പ്രമോഷൻ ഘടന, സ്ട്രക്ചർ ഇല്ല എന്നാണ്. കിമ്മിന്റെ സ്ഥാനത്തേക്ക് വരാനിരിക്കുന്നത് നീയാണല്ലോ എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുമ്പോൾ, അതെ സാർ, ഞാൻ ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് എന്ന് ജോയ് ചിരിച്ചുകൊണ്ട് പറയുന്നു. എല്ലാവരെയും ചോദ്യം ചെയ്ത ശേഷം പോലീസ് അവിടെ നിന്ന് ഇറങ്ങുന്നു. ആ സമയം നായിക തന്റെ ഡെസ്കിലിരുന്ന് ജോലി ചെയ്യുകയായിരുന്നു. ജോലി ചെയ്യുന്നതിനിടയിൽ എന്തോ എടുക്കാനായി അവൾ ഒരു ഡ്രോയർ തുറക്കുന്നു. അത് കണ്ടതും അവൾ കുറച്ചുനേരം അനങ്ങാതെ തരിച്ചുനിന്നു. അപ്പോഴാണ് ടീമിലെ സീനിയറായ ഹാൻ അവിടേക്ക് വരുന്നത്. നായിക ഒരു ഇന്റേണായി ചേർന്നിട്ട് 4 മാസമേ ആയുള്ളൂ. ഹാനിന് നായികയെ അത്ര ഇഷ്ടമല്ല. നീ ഇവിടെ എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? മീറ്റിംഗ് തുടങ്ങാറായി, വേഗം പോയി ഇതിന്റെ കോപ്പികളെടുക്ക എന്ന് ഹാൻ ആജ്ഞാപിക്കുന്നു. നായിക പോകുന്നത് പോലീസ് ഓഫീസർ ശ്രദ്ധിക്കുന്നു. ഇവളെ ഞാൻ ചോദ്യം ചെയ്തില്ലല്ലോ എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ജോയ് ഇടപെട്ട്, സർ, അവൾ വന്നിട്ട് 4 മാസമേ ആയുള്ളൂ. അവളൊരു ഇന്റേൺ മാത്രമാണ്. അവൾക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു. എങ്കിലും അവളെ ചോദ്യം ചെയ്യണമെന്ന് ഇൻസ്പെക്ടർ നിർബന്ധം പിടിക്കുന്നു. അപ്പോൾ ജോയ് നായികയെ തനിയെ മാറ്റി നിർത്തി ഭീഷണിപ്പെടുത്തുന്നു. നോക്ക്, ഓഫീസർ കിമ്മിനെക്കുറിച്ച് ചോദിക്കും. എന്ത് ചോദിച്ചാലും എനിക്കറിയില്ല എന്നു മാത്രമേ നീ പറയാവൂ. ഈ കമ്പനിയിൽ നിനക്ക് ജോലി തുടരണമെന്നുണ്ടെങ്കിൽ ഓഫീസിലെ കാര്യങ്ങൾ പുറത്തു പറയരുത്. ഇത്രയും പറഞ്ഞ് അവൻ അവളെ ഭീഷണിപ്പെടുത്തുന്നു. ഈ ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം നീ വെറുമൊരു സാധാരണ ഇന്റേൺ മാത്രമാണ്. അന്ന് നമ്മുടെ ഓഫീസിൽ നടന്ന കാര്യങ്ങളോ ഇവിടെയുള്ള രഹസ്യങ്ങളോ നീ പുറത്തു പറയരുത്. എങ്കിൽ മാത്രമേ നിനക്ക് ഈ കമ്പനിയിൽ സർവൈവ് ചെയ്യാൻ കഴിയൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജോയ് ശരിക്കും നായികയെ ഭീഷണിപ്പെടുത്തുന്നു. അപ്പോഴാണ് പോലീസ് ഇൻസ്പെക്ടർ അങ്ങോട്ട് വരുന്നത്. നമുക്ക് പുറത്തുപോയി സംസാരിക്കാം എന്നു പറഞ്ഞ് അദ്ദേഹം അവളെ മാറ്റി നിർത്തി കിമ്മിനെക്കുറിച്ച് ചോദിക്കുന്നു. എന്നാൽ തുടക്കത്തിൽ തന്നെ നായിക താനൊരു ഇന്റേൺ മാത്രമാണെന്നും അദ്ദേഹത്തെക്കുറിച്ച് കാര്യമായി ഒന്നും അറിയില്ലെന്നും പറയുന്നു. ഇത് കേട്ടപ്പോൾ തന്നെ ഇൻസ്പെക്ടർക്ക് സംശയം തോന്നുന്നു. നീ പറയുന്നത് കള്ളമാണെന്ന് നിന്റെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നു. കിം എങ്ങനെയുള്ളയാളായിരുന്നു? അദ്ദേഹവും ഓഫീസിലെ മാനേജ്മെന്റും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നോ എന്ന് അദ്ദേഹം ആവർത്തിച്ചു ചോദിക്കുന്നു. പക്ഷേ നായിക താനൊരു സാധാരണ ഇന്റേൺ മാത്രമാണെന്നും മീറ്റിംഗുകളിൽ പോലും തന്നെ ഉൾപ്പെടുത്താറില്ലെന്നും പറഞ്ഞു ഒഴുകിമാറുന്നു. തനിക്കൊരുപാട് ജോലിയുണ്ടെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകാൻ ശ്രമിക്കുന്നു. എന്തെങ്കിലും പറയാനുണ്ടെന്ന് തോന്നിയാൽ എന്നെ വിളിക്കൂ എന്ന് പറഞ്ഞ് ഇൻസ്പെക്ടർ തന്റെ വിസിറ്റിംഗ് കാർഡ് അവൾക്ക് നൽകുന്നു. നായിക തിരികെ തന്റെ ഡെസ്കിലെത്തി ജോലിയിൽ മുഴുകുന്നു. പെട്ടെന്ന് അവളുടെ ശ്രദ്ധ കിമ്മിന്റെ ക്യാബിനിലേക്ക് പോകുന്നു. അവിടെ അദ്ദേഹത്തിന്റെ ചെരുപ്പ് പുറത്തു വീണുകിടക്കുന്നത് കണ്ട് അവൾ അത് ഉള്ളിലേക്ക് മാറ്റിവെക്കുന്നു. കിമ്മിന്റെ ഫാമിലി ഫോട്ടോ നോക്കി നിൽക്കുമ്പോൾ അവിടെ ചിതറിക്കിടക്കുന്ന ഫയലുകൾ അവൾ അടുക്കി വയ്ക്കാൻ തുടങ്ങുന്നു. ആ സമയം ഡയറക്ടർ അങ്ങോട്ട് വരികയും, നിനക്ക് ശമ്പളം തരുന്നത് നിന്റെ ജോലി ചെയ്യാനാണ്, അല്ലാതെ ഇത്തരം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനല്ല. അത് നിർത്തിയിട്ട് പോയി നിന്റെ ജോലി ചെയ്യ് എന്ന് പറഞ്ഞ് അവളെ ശകാരിക്കുന്നു. എപ്പോഴും എല്ലാവരോടും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നയാളാണ് അദ്ദേഹം. നായിക തിരികെ തന്റെ സീറ്റിലേക്ക് മടങ്ങാൻ നോക്കുമ്പോൾ കിമ്മിന്റെ ഡെസ്കിലുള്ള ഒരു ക്ലോക്ക് ശ്രദ്ധിക്കുന്നു. അതിൽ സമയം കറക്റ്റ് 9 മണിയിൽ നിൽക്കുന്നു. അത് കണ്ടപ്പോൾ അവൾക്കെന്തോ ഓർമ്മ വരികയും വേഗം വന്ന് തന്റെ ഡ്രോയർ തുറന്നു നോക്കുന്നു. നേരത്തെ അവൾ തരിച്ചുനിന്ന് നോക്കിയിരുന്ന ആ ഡ്രോയറിൽ ഒരു മൂർച്ചയുള്ള കത്തിയാണുണ്ടായിരുന്നത്. നായികയ്ക്കെന്തോ ഒരു രഹസ്യമറിയാമെന്നൊരു നിഗൂഢമായ തോന്നൽ അവിടെയുണ്ടാകുന്നു. അപ്പോഴാണ് സഹപ്രവർത്തികയായ യാം വന്ന് നായികയെ മീറ്റിംഗിലേക്ക് വിളിക്കുന്നത്. ആദ്യമായി ഒരു മീറ്റിംഗിലേക്ക് വിളിക്കപ്പെട്ടതിൽ അവൾ വളരെയധികം സന്തോഷിക്കുന്നു. എല്ലാവരും അവിടം വിട്ടു പോയപ്പോൾ പെട്ടെന്ന് കിമ്മിന്റെ കമ്പ്യൂട്ടർ സിസ്റ്റം തനിയെ ഓണാകുകയും മാനേജർ കിമ്മിന്റെ ലോഗിൻ ഐഡിയിൽ അത് ഓപ്പണാകുകയും ചെയ്യുന്നു. മീറ്റിംഗിനുള്ളിൽ ഡയറക്ടർ എല്ലാവരെയും ചീത്ത പറയുകയാണ്. സെയിൽസ് റിപ്പോർട്ടിനെക്കുറിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ട് വാങ്ങുന്ന കാശിന് അല്പമെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഹാൻ ശനിയാഴ്ച പോലും വന്ന് ജോലി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ അപമാനിക്കുന്നു. ജീവനക്കാർ വലിയ മാനസിക സമ്മർദ്ദത്തിലാവുന്നു. ഡയറക്ടർ ഇങ്ങനെ എല്ലാവരെയും ശകാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഈ ശപിതമായ കിം ഇങ്ങനെ ചെയ്തിട്ട് പോയല്ലോ, ഇനി അവന്റെ ജോലികൾ ആര് ചെയ്യും എന്ന് അദ്ദേഹം ചോദിക്കുന്നു. മാനേജർ സ്ഥാനത്തേക്ക് വരാനിരിക്കുന്ന ലിസ്റ്റിലുള്ള ജോയോട് കിമ്മിന്റെ ജോലികൾ കൂടി ഈ വീക്കെൻഡിനുള്ളിൽ തീർക്കാൻ ആവശ്യപ്പെടുന്നു. ജോലിയിൽ ഒട്ടും താമസം വരുത്തരുതെന്ന് അദ്ദേഹം കർശനമായി നിർദ്ദേശിക്കുന്നു. ജോയും ഡയറക്ടറും ഒരുമിച്ച് സിഗരറ്റ് വലിക്കുന്ന കൂട്ടുകാരാണ്. ഓഫീസിലെ ആരും വരാത്ത ഒരു വിജനമായ ഉയർന്ന സ്ഥലത്തിരുന്ന് സംസാരിക്കുമ്പോൾ കഴിഞ്ഞ രാത്രി നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഡയറക്ടർ വളരെ ഭയത്തോടെ ജോയോട് പറയുന്നു. കഴിഞ്ഞ രാത്രി മദ്യലഹരിയിലായിരുന്ന അദ്ദേഹം പാർക്കിങ്ങിൽ ഡ്രൈവറെ കാത്തിരിക്കുകയായിരുന്നു. അവിടെ ദൂരെ ഒരു രൂപം അദ്ദേഹം കണ്ടു. ആദ്യം അതൊരു തോന്നലാണെന്ന് വിചാരിച്ചെങ്കിലും സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് കിം ആണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. കുടുംബത്തെ കൊന്നിട്ട് ഒളിവിൽ പോയ കിം.
അവനൊരു പ്രേതത്തെപ്പോലെ തന്റെ കാറിനടുത്തേക്ക് വരികയും ഒരു സിലിണ്ടർ എടുത്ത് ഗ്ലാസ് തകർത്ത് തന്നെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ഒടുവിൽ അതൊരു വെറും തോന്നലോ സ്വപ്നമോ ആയിരുന്നുവെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. എങ്കിലും ഡയറക്ടർ ഇപ്പോഴും വലിയ ഭയത്തിലാണ്. അതൊരു സ്വപ്നമല്ലേ സാർ, സാരമില്ല, വിട്ടുകടയൂ എന്ന് ജോയ് പറയുന്നു. പക്ഷേ ഡയറക്ടർക്ക് കിമ്മിനെ ഇത്രയധികം ഭയപ്പെടാൻ എന്താണ് കാരണം? കഥ ഒരു ദിവസം മുൻപുള്ള രാത്രിയിലേക്ക്. കിം തന്റെ കുടുംബത്തെ കൊലപ്പെടുത്തിയ ആ രാത്രി. ലിഫ്റ്റിന് സമീപം കിമ്മിന്റെ ടീമിലെ 4 പേർ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇൻസ്പെക്ടർ ചോദ്യം ചെയ്ത അതേ 4 പേർ. ഡയറക്ടർ എല്ലാവരുടെ മുന്നിൽ വെച്ച് കിമ്മിനെ അത്രയധികം അപമാനിക്കരുതായിരുന്നു എന്ന് അവർ ചർച്ച ചെയ്യുന്നു. എന്നാൽ ജോയ് ഡയറക്ടറെ ന്യായീകരിക്കാനാണ് ശ്രമിക്കുന്നത്. അദ്ദേഹം സ്ത്രീകളെയൊന്നും ചീത്ത പറയാറില്ലല്ലോ എന്ന് ജോയ് പറയുമ്പോൾ, അദ്ദേഹം എന്നെ എത്ര മോശമായാണ് ചീത്ത പറയുന്നതെന്ന് നിനക്കറിയാമോ എന്ന് ഹാൻ ചോദിക്കുന്നു. ഇവിടെ വെച്ചാണ് ഒരു പ്രധാന കാര്യം വെളിപ്പെടുന്നത്. കിം വീട്ടിൽ പോയി ആ ക്രൂരത ചെയ്യുന്നതിന് മുമ്പ് ഓഫീസിൽ വെച്ച് അവരെല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ അതിശക്തമായി പരിഹസിച്ചിരുന്നു. പ്രത്യേകിച്ച് കിമ്മിന്റെ കുടുംബത്തെയും വൈകല്യമുള്ള കാലിന് ചെറിയ പ്രശ്നമുള്ള മകനെയും കുറിച്ച് അവർ വളരെ മോശമായി സംസാരിച്ചിരുന്നു. ഇതിൽ മനംനൊന്താണ് കിം വീട്ടിൽ പോയി ആ കൊലപാതകങ്ങൾ ചെയ്തത്. അവരിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നായിക അങ്ങോട്ട് വരുന്നു. നമുക്ക് കിമ്മിനെയൊന്ന് പുറത്ത് ലഞ്ചിന് കൊണ്ടുപോയാലോ, അദ്ദേഹത്തെ ഒന്ന് ആശ്വസിപ്പിക്കാം എന്നവൾ വളരെ സ്നേഹത്തോടെ അവരോട് ചോദിക്കുന്നു. നീ പോയി അദ്ദേഹത്തെ വിളിച്ചു വായോ, ഞങ്ങൾ എവിടെയാണെന്ന് ലൊക്കേഷൻ വിളിച്ചു പറയാം എന്ന് പറഞ്ഞ് ആ 4 പേരും അവിടെ നിന്ന് പോകുന്നു. ഇത് വിശ്വസിച്ച നായിക കിമ്മിനെ ഉച്ചഭക്ഷണത്തിന് വിളിക്കാൻ പോകുന്നു. എന്നാൽ കിം തന്റെ ഡെസ്കിലിരുന്ന് ഡ്രോയറിനുള്ളിലേക്ക് തന്നെ നോക്കി തരിച്ചിരിക്കുകയായിരുന്നു. നായിക വന്ന് ഭക്ഷണത്തിന് വിളിക്കുമ്പോൾ പെട്ടെന്ന് ഭാവം മാറ്റിക്കൊണ്ടേ, വേണ്ട മോളെ, രാവിലെ കഴിച്ചത് ഇപ്പോഴും വയറ്റിലൊരു കനം പോലെ ഇരിക്കുന്നു, നീ പോയി കഴിച്ചോളൂ എന്ന് അദ്ദേഹം പറയുന്നു. കിം സാർ, നിങ്ങളുടെ മുഖമെന്തോ വാടിയിരിക്കുന്നു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നായിക ചോദിക്കുന്നു. അദ്ദേഹം അതൊന്നുമില്ലെന്ന് പറഞ്ഞ് അവളെ നിർബന്ധിച്ചയക്കുന്നു. ശരി, എന്നാൽ സുഹൃത്തുക്കളുടെ കൂടെ പോകാമെന്ന് കരുതി നായിക അവരെ വിളിക്കുമ്പോൾ അവർ അവളുടെ കോൾ കട്ട് ചെയ്യുന്നു. തന്നെ ഒഴിവാക്കാൻ വേണ്ടി അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണെന്ന് നായികയ്ക്ക് മനസ്സിലാകുന്നു. അവൾക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു. കഥ വീണ്ടും വർത്തമാനകാലത്തേക്ക് വരുന്നു. നായിക മീറ്റിംഗ് റൂമിൽ തളർന്നു കിടക്കുകയാണ്. അവിടേക്ക് യാമി വന്ന് അവളെ ഉണർത്തുന്നു. ഡയറക്ടറുടെ റൂമിൽ ഗസ്റ്റ് വന്നിട്ടുണ്ട്, അവർക്ക് കാപ്പി വേണമെന്ന് ഡയറക്ടർ പറഞ്ഞു, വേഗം പോയി എടുത്തുകൊടുക്ക് എന്നവൾ പറയുന്നു. നായിക വേഗം എഴുന്നേറ്റ് പോകുന്നു. എന്നാൽ യാമി ആ റൂമിൽ നിന്നിറങ്ങാൻ നേരം സീലിംഗിൽ നിന്ന് ഒരു വിചിത്രമായ ശബ്ദം കേൾക്കുന്നു. സീലിംഗ് ചെറുതായി തുറന്നതുപോലെ തോന്നിയെങ്കിലും അവളത് കാര്യമാക്കാതെ അവിടെ നിന്ന് പോകുന്നു. കാപ്പിയുണ്ടാക്കുന്നതിനിടയിൽ നായികയുടെ അമ്മ വിളിക്കുന്നു. അമ്മേ, ഞാൻ ഉടനെ കമ്പനിയിൽ പെർമനന്റ് ആകും, അതോടെ നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം തീരുമല്ലോ എന്നവൾ വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്നു. ഫോൺ വെച്ച് ഡയറക്ടറുടെ റൂമിലേക്ക് കാപ്പിയുമായി പോയപ്പോൾ അദ്ദേഹം ടമിഷൻ എന്നൊരു പെൺകുട്ടിയോട് സംസാരിക്കുകയായിരുന്നു. അവൾ ആരാണെന്ന് നായികയ്ക്ക് മനസ്സിലാകുന്നില്ല. ഡയറക്ടർ ടമിഷനെ ടീമിലെ പുതിയ ഇന്റേണായി പരിചയപ്പെടുത്തുന്നു. ഇത് കേട്ട നായികയുടെ മുഖം ആകെ മാറുന്നു. താൻ നിലവിൽ ഇന്റേണായിരിക്കെ പുതിയൊരാളെ കൂടി എന്തിനാണ് കൊണ്ടുവന്നത് എന്ന ഭയം അവളിലുണ്ടാകുന്നു. ടമിഷൻ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതാണെന്നും കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് മികച്ചതാണെന്നും ഡയറക്ടർ പുകഴ്ത്തി സംസാരിക്കുന്നു. നായിക തന്റെ ഡെസ്കിലേക്ക് തിരികെ വരുമ്പോൾ സഹപ്രവർത്തകർ ടമിഷനെ പുകഴ്ത്തുന്നത് കേൾക്കുന്നു. തന്നെ അവർ തരം താഴ്ത്തി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നായികയുടെ മനസ്സ് തകരുന്നു. മനംനൊന്ത് ഒരു കോഫി ഷോപ്പിലിരുന്ന് അവൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. തന്റെ ജോലി നഷ്ടപ്പെട്ടാൽ ജീവിതം തന്നെ തകരും എന്ന ആശങ്കയിലാണവൾ. അങ്ങനെ കോഫി ഷോപ്പിൽ നിന്നിറങ്ങുമ്പോൾ അബദ്ധത്തിൽ ഒരാളുമായി കൂട്ടിയിടിക്കുന്നു. ആ സമയത്ത് അവളുടെ ബാഗിൽ നിന്ന് ഓഫീസിലെ ആ കത്തി താഴെ വീഴുന്നു. അതാരും കാണാതെ വേഗം ബാഗിലിട്ട് അവൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. രാത്രി ഓഫീസിൽ ജോയ് ഒറ്റയ്ക്ക് ജോലി ചെയ്യുകയാണ്. പെട്ടെന്നവൻ നോക്കുമ്പോൾ കിമ്മിന്റെ ഡെസ്കിലിരുന്ന ആ ക്ലോക്ക് അവന്റെ മേശപ്പുറത്തിരിക്കുന്നു. ആരുമില്ലാത്ത ഓഫീസിൽ ഇതാരു കൊണ്ടുവച്ചു എന്നവൻ അത്ഭുതപ്പെടുന്നു. അവനത് തിരികെ കിമ്മിന്റെ ഡെസ്കിൽ കൊണ്ടുപോയി വെച്ചിട്ട് ജോലി തുടരുന്നു. അതേസമയം പോലീസ് സ്റ്റേഷനിൽ ഇൻസ്പെക്ടർ കിമ്മിനെ കണ്ടെത്താൻ കഴിയാത്തതിൽ ദേഷ്യത്തിലാണ്. അപ്പോഴാണ് അസിസ്റ്റന്റ് CCTV ദൃശ്യങ്ങളിൽ ഒരു നിർണായക വിവരം കണ്ടെത്തുന്നത്. രാത്രി 9:20 വീട്ടിൽ പോയി കൊലപാതകം നടത്തിയ കിം രാത്രി 10:05 തിരികെ ഓഫീസിലേക്ക് കയറി വന്നിട്ടുണ്ട്. അതിനുശേഷം അയാൾ പുറത്തേക്ക് പോയതായി ഒരു ദൃശ്യവുമില്ല. അതായത് കിം ഇപ്പോഴും ആ ഓഫീസിനുള്ളിൽ തന്നെയുണ്ട്. ഓഫീസിൽ ജോയ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത സീറ്റിൽ ആരോ ടൈപ്പ് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നു. അവൻ നോക്കുമ്പോൾ അവിടെ ആരുമില്ല. പെട്ടെന്ന് ഓഫീസിലെ ലൈറ്റുകൾ ഓരോന്നായി അണഞ്ഞുപോകുന്നു. ഭയന്നുപോയ ജോയ് ലൈറ്റുകൾ വീണ്ടും ഓണാക്കുന്നു. പക്ഷെ അപ്പോഴേക്കും ആ ക്ലോക്ക് വീണ്ടും അവന്റെ മേശപ്പുറത്തിരിക്കുന്നു. ആരാണിത് ചെയ്യുന്നത് എന്നവൻ അലറുന്നു. അപ്പോൾ മഴ നനഞ്ഞ് കുതിർന്ന രൂപത്തിൽ കിം അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ജോയ്ക്കത് വിശ്വസിക്കാനായില്ല. നീ ഈ സമയത്ത് ഇവിടെ എന്തെടുക്കുകയാണ് എന്ന് ചോദിക്കുമ്പോൾ, നീ എന്തിനാണോ വന്നത് അതിനുവേണ്ടി തന്നെയാണ് ഞാനും വന്നത് എന്ന് കിം മറുപടി പറയുന്നു. കിം തന്റെ സീറ്റിലിരുന്ന് ജോലി ചെയ്യാൻ തുടങ്ങുന്നു.
മരണഭയത്തോടെ ജോയ് തന്റെ ഫോൺ എടുത്ത് ഇൻസ്പെക്ടർക്ക് മെസ്സേജ് അയക്കാൻ ശ്രമിക്കുന്നു. ജോയ് മെസ്സേജ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിം തന്റെ തോളിലൂടെ തലയിട്ട് ഒരു പ്രേതത്തെ പോലെ നോക്കുന്നു. ഭയന്നോടിയ ജോയ് താഴെ വീഴുന്നു. അവൻ ഓഫീസിലെ ഒരു കത്തി കൈക്കലാക്കി അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നു. പക്ഷേ ഓഫീസിന്റെ മെയിൻ ഡോർ ചങ്ങലയിട്ട് പൂട്ടിയിരിക്കുകയാണ്. പുറത്തിറങ്ങാൻ കഴിയാതെ നിൽക്കുന്ന ജോയിയുടെ പിന്നിൽ കിം വന്ന് നിൽക്കുന്നു. അവിടെ ആ രംഗം അവസാനിക്കുന്നു. അപ്പോഴേക്കും പോലീസ് ഓഫീസർ ഓഫീസിലെത്തുന്നു. സെക്യൂരിറ്റി അവിടെ സുഖമായി ഉറങ്ങുകയാണ്. ഓഫീസിനുള്ളിൽ കയറി നോക്കുമ്പോൾ സാധനങ്ങളെല്ലാം ചിതറിക്കിടക്കുന്നത് ഓഫീസർ കാണുന്നു. അവിടെ എന്തോ അപകടം നടന്നുവെന്ന് സംശയിച്ച ഓഫീസർ തോക്കുമായി പതുക്കെ മുന്നോട്ട് നീങ്ങുന്നു. ഒരു ഡെസ്കിന് പിന്നിൽ ആരോ അനങ്ങുന്നത് കണ്ട് ഓഫീസർ തോക്ക് ചൂണ്ടിച്ചെല്ലുന്നു. അവിടെ മിയാലിയായിരുന്നു. എല്ലാവരും 9 മണിക്ക് പോയിട്ടും നീ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്ന് ഓഫീസർ ചോദിക്കുമ്പോൾ ഒരു ഫയൽ എടുക്കാൻ വന്നതാണെന്നും മഴ കാരണം പോകാൻ കഴിയാതെ ജോലി തുടങ്ങിയതാണെന്നും മിയാലി പറയുന്നു. ഓഫീസർ അവളെ വീട്ടിൽ കൊണ്ടുവിടാമെന്ന് സമ്മതിക്കുന്നു. പോകുന്നതിന് മുമ്പ് മീറ്റിംഗ് ഹാളിന്റെ മുകളിലെ സീലിംഗ് തുറന്നിരിക്കുന്നത് ഓഫീസർ ശ്രദ്ധിക്കുന്നു. കാറിൽ പോകുമ്പോൾ അവളുടെ വീട് ഓഫീസിൽ നിന്ന് ഇത്ര ദൂരമാണോ എന്ന് ഓഫീസർ ചോദിക്കുന്നു. ഓഫീസിനടുത്തുള്ള വീടുകൾക്ക് വലിയ വാടകയാണ്, അതെനിക്ക് താങ്ങാൻ കഴിയില്ല എന്ന് മിയാലി പറയുന്നു. അവൾ വളരെ കഷ്ടപ്പാടിലാണ് ജീവിക്കുന്നതെന്ന് ഓഫീസർക്ക് മനസ്സിലാകുന്നു. വീടിനടുത്തെത്തിയപ്പോൾ മിയാലി പൊട്ടിക്കരയുന്നു. കിം സാർ വളരെ നല്ല മനുഷ്യനായിരുന്നു. മറ്റുള്ളവർ എന്നെ വെറുമൊരു ഇന്റേണായി മാത്രം കണ്ടപ്പോൾ എന്നെ ഒരു മനുഷ്യ സ്ത്രീയായി പരിഗണിച്ചത് അദ്ദേഹം മാത്രമായിരുന്നു എന്ന് പറഞ്ഞ് അവളെ വിട്ട് ഓഫീസർ തിരികെ ഓഫീസിലേക്ക് വരുന്നു. CCTV ചെക്ക് ചെയ്യാൻ ഏൽപ്പിച്ച അസിസ്റ്റന്റും അവിടെ ഉറങ്ങുകയായിരുന്നു. അവനെ വഴക്ക് പറഞ്ഞ് അവർ വീണ്ടും ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തുടങ്ങുന്നു. കിം ഇപ്പോഴും ഓഫീസിനുള്ളിൽ തന്നെ ഉണ്ടോ എന്നവർ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു. അടുത്ത ദിവസം ഓഫീസിൽ വലിയൊരു ബോർഡ് മീറ്റിംഗ് നടക്കാൻ പോകുകയാണ്. അതിന്റെ തിരക്കിലാണ് എല്ലാവരും. ബോർഡ് മീറ്റിംഗിന് വേണ്ടവരെല്ലാവരും എത്തിച്ചേർന്നു. എന്നാൽ റിപ്പോർട്ടുകൾ നൽകേണ്ട ജോയിയെ മാത്രം കാണുന്നില്ല. ഇവൻ എവിടെ പോയി തൊലഞ്ഞു? റിപ്പോർട്ടില്ലാതെ അകത്തുപോയാൽ അവരെന്നെ കൊന്നുകളയുമല്ലോ എന്ന് ഡയറക്ടർ ആകുലപ്പെടുന്നു. എങ്ങനെയൊക്കെയോ അദ്ദേഹം മീറ്റിംഗിൽ കാര്യങ്ങൾ പറഞ്ഞു ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സീലിംഗിൽ നിന്ന് രക്തമിട്ടിവയാൻ തുടങ്ങിയത്. അടുത്ത നിമിഷം സീലിംഗ് തകർന്ന് ജോയിയുടെ മൃതദേഹം താഴേക്ക് തൂങ്ങിക്കിടക്കുന്നു. അവിടെയുള്ളവരെല്ലാവരും ഭയന്ന് നിലവിളിക്കുന്നു. ഉടനെ പോലീസ് ഇൻസ്പെക്ടർ അവിടെ എത്തുന്നു. അദ്ദേഹം മൃതദേഹം പരിശോധിച്ച ശേഷം ജോയിയുടെ ഡെസ്കിലേക്ക് ചെല്ലുന്നു. അവിടെ ഒരു റിപ്പോർട്ട് പേപ്പറിൽ ജോയ് എന്തൊക്കെയോ കുറിച്ചു വെച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ജീവിതം ജീവിക്കുന്നതിലും നല്ലത് മരിക്കുന്നതാണ് എന്ന് കടുത്ത ജോലി സമ്മർദ്ദത്താൽ എഴുതിവെച്ച വാചകങ്ങൾ ഇൻസ്പെക്ടർ വായിക്കുന്നു. പിന്നീട് ജോയിയുടെ ശവസംസ്കാര ചടങ്ങാണ് കാണിക്കുന്നത്. ഡയറക്ടറും സീനിയറായ ഹാനും അവിടെയുണ്ട്. പുറത്തു നിൽക്കുന്ന ഇൻസ്പെക്ടറുടെ അസിസ്റ്റന്റ് പറയുന്നു, സർ, ജോയിയുടെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോൾ അവൻ അവസാനം വിളിച്ചത് കാമുകിയെയാണ്. അവൻ കടുത്ത വർക്ക് പ്രഷറിലായിരുന്നു എന്ന് അവൾ പറയുന്നു. ഈ ഓഫീസിൽ എന്തോ കുഴപ്പമുണ്ട് സാർ. ആ സമയത്ത് മദ്യലഹരിയിൽ അവിടേക്ക് വന്ന ഡയറക്ടർ, ആ കിമ്മാണിതെല്ലാം ചെയ്യുന്നത്, അവനെ ആദ്യം പോയി പിടിക്ക് എന്നലർന്നു. ഹാൻ തനിച്ചു മാറി നിന്ന് പുകവലിക്കുന്നത് കണ്ട് ഇൻസ്പെക്ടർ അവരുടെ അടുത്ത് ചെല്ലുന്നു. ഡയറക്ടർ പറയുന്നത് പോലെ കിം തന്നെയാണോ ഈ കൊലപാതകം ചെയ്തതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അതെ സാർ, കിം തന്നെയായിരിക്കും ഇത് ചെയ്തത് എന്നവർ പറയുന്നു. ഇത് കേട്ട ഇൻസ്പെക്ടർക്ക് ദേഷ്യം വരുന്നു. അന്ന് ചോദിച്ചപ്പോൾ അവൻ പാവമാണെന്നും പേടിത്തൊണ്ടനാണെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ അവൻ കൊലപാതകയാണെന്ന് പറയുന്നു. നിങ്ങൾ എന്തൊക്കെയാണ് ഈ മാറ്റി മാറ്റി പറയുന്നത്? അപ്പോൾ ഹാൻ തനിക്കുണ്ടായ അനുഭവം വിവരിക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രി വൈകി അവർ ഓഫീസിൽ ജോലി ചെയ്യുകയായിരുന്നു. കിമ്മിന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് ചില ഫയലുകൾ എടുക്കാൻ ശ്രമിക്കുമ്പോൾ ആരോ അടുത്തു നിൽക്കുന്നത് പോലെ അവർക്ക് തോന്നി. അവർ മേശയ്ക്ക് താഴേക്ക് കുനിഞ്ഞു നോക്കിയപ്പോൾ കിം അവിടെ കിടന്ന് അവരെ തന്നെ നോക്കിയിരിക്കുന്നു. അവർ പേടിച്ചെഴുന്നേറ്റ് വീണ്ടും നോക്കിയപ്പോൾ കണ്ണിമയ്ക്കുന്ന നേരത്തിനുള്ളിൽ അയാൾ അപ്രത്യക്ഷനായി. കിം ഇപ്പോഴും ആ ഓഫീസിനുള്ളിൽ തന്നെ ഉണ്ട് സർ എന്നവർ ഉറപ്പിച്ചു പറയുന്നു. ഈ സമയം നായിക മിയാലി ഓഫീസിൽ ഒറ്റയ്ക്കിരുന്ന് ജോലി ചെയ്യുകയാണ്. പിന്നിൽ ഏതോ ഒരു ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കുന്നു. അവിടെ എന്തു നടന്നുവെന്ന് കാണിക്കാതെ സീൻ കട്ട് ചെയ്യുന്നു. ഇൻസ്പെക്ടറെ അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥൻ വിളിച്ചുവരുത്തി ശകാരിക്കുകയാണ്. ഓഫീസ് മാനേജ്മെന്റ് നിനക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. നീ അവിടെയുള്ള ജീവനക്കാരുടെ ജോലി തടസ്സപ്പെടുത്തുന്നു എന്നാണ് അവർ പറയുന്നത്. സർ, ഓഫീസിലെ ജോലിയാണോ അതോ അവിടുത്തെ ജീവനക്കാരുടെ ജീവനാണോ വലുത്? എനിക്ക് കുറച്ച് സമയം കൂടി തരൂ, ഈ കേസ് ഞാൻ തെളിയിക്കും എന്ന് പറഞ്ഞ് ഇൻസ്പെക്ടർ അവിടെ നിന്നിറങ്ങുന്നു. വീണ്ടും ഓഫീസിൽ തനിയെ ജോലി ചെയ്യുന്ന മിയാലിയെ കാണിക്കുന്നു. എന്ത് ശബ്ദം കേട്ടാലും അവൾ ശ്രദ്ധിക്കാതെ ജോലി തുടരുന്നു. പെട്ടെന്ന് അവളുടെ കമ്പ്യൂട്ടറിലെ ചാറ്റ് ബോക്സ് തുറക്കുന്നു. അത് മറ്റാരുമല്ല, കിമ്മാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് ലീ, സുഖമാണോ? ജോലി എങ്ങനെയുണ്ട് എന്ന് മെസ്സേജ് വരുന്നു. ഇത് കണ്ട് മിയാലി ഞെട്ടിപ്പോകുന്നു. അവൾ പേടിയോടെ എഴുന്നേറ്റ് കിമ്മിന്റെ സീറ്റിലേക്ക് നോക്കുന്നു. അവിടെ ആരുമില്ല. പക്ഷെ അയാളുടെ ഐഡിയിൽ നിന്ന് മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അവസാനം ഞാൻ നൽകിയ സാധനം
നീ ഇപ്പോഴും കൈവശം വച്ചിട്ടുണ്ടോ എന്ന അവസാനത്തെ മെസ്സേജ് കണ്ടപ്പോൾ മിയാലി ശരിക്കും ഭയന്നുപോയി. അവളുടെ കണ്ണുകൾ തള്ളി വന്നു. ആ നിലയിൽ ആരോ നടന്നുവരുന്ന ശബ്ദം കേട്ട് അവൾ ഞെട്ടി. നോക്കുമ്പോൾ അത് കമ്പനിയുടെ HR ഹെഡായിരുന്നു. ഈ സമയത്ത് ഇവിടെ എന്തെടുക്കുകയാണെന്ന് ചോദിച്ച അദ്ദേഹത്തോട് കുറച്ച് ജോലിയുണ്ടെന്ന് അവൾ മറുപടി നൽകി. എന്തുതന്നെയായാലും നാളെ വന്ന് നോക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം അവളെ അവിടെ നിന്ന് അയച്ചു. അദ്ദേഹം പോയി കഴിഞ്ഞതും അവളുടെ ഫോൺ അടിച്ചു. അത് കിം ആയിരിക്കുമോ എന്ന് കരുതി അവൾ ഭയന്നെങ്കിലും അതവളുടെ അമ്മയായിരുന്നു. അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് ഓഫീസർ ഓഫീസിന്റെ ബേസ്മെന്റിലും മെയിന്റനൻസ് റൂമിലും ടോർച്ചടിച്ച് പരിശോധിക്കുകയായിരുന്നു. കിം പുറത്തു പോയിട്ടില്ലെന്നും ഇവിടുത്തെ എവിടെയോ ഒളിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. HR പറഞ്ഞിട്ടും വീട്ടിൽ പോകാതെ മിയാലി അവിടെ തന്നെ ഉറങ്ങിപ്പോയി. പെട്ടെന്നാരോ അവിടെ തട്ടിവിളിച്ചു. തിരിഞ്ഞു നോക്കുമ്പോൾ മുഖമാകെ രക്തവുമായി കിം നിൽക്കുന്നു. മിയാലി പേടിച്ച് കണ്ണുകൾ തിരുമി നോക്കിയപ്പോൾ അത് കിം ആയിരുന്നില്ല, പുതിയ ഇന്റേണായ ദാമിഷനായിരുന്നു. അവൾ നൈറ്റ് ഷിഫ്റ്റിന് വന്നതായിരുന്നു. അവളോടൊപ്പം ജോലി ചെയ്യാൻ താൽപ്പര്യമില്ലാതെ സമയം വൈകിയെന്ന് പറഞ്ഞ് മിയാലി വേഗം വീട്ടിലേക്ക് പോയി. പോലീസുകാരനും ഒന്നും കണ്ടെത്താനാവാതെ അവിടെ നിന്ന് മടങ്ങി. അടുത്ത ദിവസം രാവിലെ മിയാലി നേരത്തെ ഓഫീസിലെത്തി. ദാമിഷൻ രാത്രി ചെയ്ത ഫയലുകൾ നോക്കിയപ്പോൾ അവൾ വളരെ മികച്ച രീതിയിൽ ജോലി ചെയ്തിട്ടുണ്ടെന്ന് മിയാലിക്ക് മനസ്സിലായി. തനിക്ക് ചെയ്യാൻ കഴിയാത്ത അത്രയും കൃത്യതയോടെയാണ് അവൾ അത് ചെയ്തിരിക്കുന്നത്. തന്നേക്കാൾ കഴിവുള്ളവളാണ് ദാമിഷൻ എന്നും അവളെയാകും കമ്പനി പെർമനന്റ് ആക്കുക എന്നും മറ്റ് ജീവനക്കാർ സംസാരിക്കുന്നത് കേട്ടപ്പോൾ മിയാലി വല്ലാതെ തകർന്നുപോയി. അവൾ നേരെ HR-നെ കാണാൻ പോയി. എപ്പോഴാണ് തന്നെ പെർമനന്റ് ആക്കുക എന്ന് അവൾ HR-നോട് ചോദിച്ചു. മാനേജറുടെ അനുവാദം ലഭിച്ചാൽ ഉടനെ ചെയ്യാമെന്ന് അദ്ദേഹം മറുപടി നൽകി. പുതിയ ഇന്റേൺ വന്നതുകൊണ്ട് തന്നെ ഒഴിവാക്കുമോ എന്ന് അവൾ പേടിയോടെ ചോദിച്ചെങ്കിലും നീ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്ന് തങ്ങൾക്കറിയാമെന്നും വിഷമിക്കണ്ട എന്നും അദ്ദേഹം ആശ്വസിപ്പിച്ചു. ഈ സിനിമയിൽ ആദ്യമായി മിയാലിയുടെ മുഖത്ത് ഒരു ചെറിയ ചിരി വിരിഞ്ഞു. പക്ഷേ ആ സന്തോഷം അധികനേരം നീണ്ടുനിന്നില്ല. സീനിയറായ ഹാൻ അവളെ വല്ലാതെ ശകാരിച്ചു. നീ എപ്പോഴും എവിടെയെങ്കിലും കറങ്ങി നടക്കുകയാണോ? സാധാരണക്കാർ 3 മാസം കൊണ്ട് പെർമനന്റ് ആകുന്നതാണ്. നീ 6 മാസമായിട്ടും ആയിട്ടില്ല. പുതിയൊരാൾ വന്നാൽ അതിൻ്റെ അർത്ഥം നിന്നെ അവർ ഒഴിവാക്കാൻ പോകുന്നു എന്നാണ്. ഹാൻ ക്രൂരമായി പറഞ്ഞു. മിയാലിയെ വല്ലാതെ അപമാനിച്ചാണ് അവർ സംസാരിച്ചത്. ഇത് കേട്ട് സഹിക്കവയ്യാതെ മിയാലി റെസ്റ്റ് റൂമിൽ പോയിരുന്നു പൊട്ടിക്കരഞ്ഞു. മിയാലി റെസ്റ്റ് റൂമിൽ ഇരുന്ന് കരയുമ്പോൾ സഹപ്രവർത്തകയായ യാമി അവിടേക്ക് വരുന്നു. എന്തിനാണ് ഇങ്ങനെ ഇരുന്ന് കരയുന്നത്? ഈ കമ്പനിക്ക് വേണ്ടി എപ്പോഴും ഹാർഡ് വർക്ക് മാത്രം ചെയ്താൽ പോരാ, കുറച്ച് സ്മാർട്ട് വർക്കും ചെയ്യണം. കമ്പനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടാൽ അവസാനം ഇതേ കിട്ടൂ. നീ ഇപ്പോൾ കിമ്മിനെ പോലെയാണ് പെരുമാറുന്നത്. ഇങ്ങനെ പോയാൽ നിനക്ക് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് യാമി ഉപദേശിക്കുന്നു. യാമി പറഞ്ഞത് കേട്ട് മിയാലി ഞെട്ടിപ്പോകുന്നു. ആ സമയത്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. കിം തന്റെ ഡെസ്കിലിരുന്ന് ഒരു കത്തിയുമായി ഭ്രാന്തമായ അവസ്ഥയിലിരിക്കുന്നു. മിയാലി ആദ്യമായി അയാളുടെ കയ്യിൽ ആ കത്തി കാണുന്നത് അന്നാണ്. എന്താണ് സാർ ഇത് എന്നവൾ ചോദിക്കുമ്പോൾ കിം ഒരു കഥ പറയുന്നു. തങ്ങളുമായി ബിസിനസ് ചെയ്തിരുന്ന ഒരു വെണ്ടർ ആത്മഹത്യ ചെയ്തെന്നും മരിക്കുന്നതിന് മുൻപ് അയാൾ അയച്ച പാർസലിൽ ഈ കത്തിയുണ്ടായിരുന്നെന്നും കിം പറയുന്നു. ഈ കത്തി കയ്യിൽ പിടിക്കുമ്പോൾ എന്റെ സങ്കടവും ഡിപ്രഷനുമൊക്കെ മാറുന്നതുപോലെ തോന്നുന്നു. നീ ഒന്ന് പരീക്ഷിക്കുന്നോ എന്ന് ചോദിച്ച് കിം ആ കത്തി മിയാലിയുടെ നേരെ നീട്ടുന്നു. മിയാലി ഭയന്ന് ആ കത്തി തട്ടിമാറ്റിയിട്ട് ഞാൻ നിങ്ങളെപ്പോലെയല്ല എന്ന് അലറുന്നു. വീണ്ടും പ്രസന്റിലേക്ക് വരുമ്പോൾ സീനിയറായ ഹാൻ തന്റെ സെയിൽസ് റിപ്പോർട്ട് ഡയറക്ടറെ കാണിക്കുകയാണ്. റിപ്പോർട്ട് കണ്ട ഡയറക്ടർ അത് വലിച്ചെറിഞ്ഞ് അവളെ വല്ലാതെ ചീത്ത വിളിക്കുന്നു. എന്തൊരു മോശം റിപ്പോർട്ടാണിത്, ഇത് മുകളിൽ കാണിച്ചാൽ എന്റെ ജോലി പോകും എന്ന് അദ്ദേഹം അലർന്നു. ഇത് കേട്ട ഹാനിന് ദേഷ്യം നിയന്ത്രിക്കാനായില്ല. അവൾ തിരിച്ചു പ്രതികരിക്കുന്നു. നിർത്തൂ, എത്ര കഷ്ടപ്പെട്ടാലും നിങ്ങൾ ഇതുതന്നെയാകും പറയുക. ഇതേപോലെ തന്നെയല്ലേ നിങ്ങൾ കിമ്മിനോടും ചെയ്തത്? കിം ഈ കമ്പനിക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടതാണ്. പക്ഷെ നിങ്ങൾ അവനെ എപ്പോഴും താഴ്ത്തിക്കെട്ടി അവസാനം ജോലിയിൽ നിന്ന് പുറത്താക്കി. ആ സങ്കടത്തിലാണ് അവൻ വീട്ടിൽ പോയി അതെല്ലാം ചെയ്തത്. ഈ സത്യം നിങ്ങൾ എന്തുകൊണ്ട് പോലീസിനോട് പറഞ്ഞില്ല? സത്യം പറഞ്ഞാൽ നിങ്ങളുടെ റെപ്യൂട്ടേഷൻ പോകും എന്ന് നിങ്ങൾ ഭയന്നു. എനിക്കിനി ഈ ജോലിയും വേണ്ട, നിങ്ങളുടെ ഈ കമ്പനിയും വേണ്ട എന്ന് പറഞ്ഞ് ഹാൻ ജോലി രാജിവെച്ചിറങ്ങുന്നു. കിമ്മിനെ ജോലിയിൽ നിന്ന് പുറത്താക്കിയ വിവരം അപ്പോഴാണ് മറ്റുള്ളവർ അറിയുന്നത്. ആ സത്യം എനിക്കും ഈ പെൺകുട്ടിക്കും മാത്രമേ അറിയൂ എന്ന് ഹാൻ മിയാലിയെ ചൂണ്ടിക്കാട്ടി പറയുന്നു. അതായത് കിം പുറത്താക്കപ്പെട്ട വിവരം മിയാലിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഹാൻ പോയി കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർ വീണ്ടും അവരുടെ ഗോസിപ്പുകളിലേക്ക് മടങ്ങുന്നു. യാമിയും ലിയാനും സംസാരിക്കുന്നതാണ് പിന്നീട് കാണിക്കുന്നത്. ആരെ പെർമനന്റ് ആക്കണമെന്ന് ഡയറക്ടർ എന്നോട് ചോദിച്ചു. നീ ആരുടെ പേരാകും പറഞ്ഞിട്ടുണ്ടാകുക എന്ന് യാമി ചോദിക്കുന്നു. പുതിയ ഇന്റേണായ ദാമിഷന്റെ പേരാകും നീ പറഞ്ഞിട്ടുണ്ടാകുക എന്ന് ലിയാൻ മറുപടി നൽകുന്നു. അതെ എന്ന് യാമി സമ്മതിക്കുന്നു. ദാമിഷൻ സുന്ദരിയും മിടുക്കിയുമായതുകൊണ്ടാണ് അവളെ തിരഞ്ഞെടുത്തതെന്ന് അവർ സംസാരിക്കുന്നത് കേട്ടതോടെ മിയാലിയുടെ ബാക്കിയുണ്ടായിരുന്ന പ്രതീക്ഷയും തകർന്നുപോയി. വല്ലാത്ത വിഷമത്തോടെ ഇരിക്കുമ്പോൾ ദാമിഷൻ വന്ന് മിയാലിയെ കാപ്പി കുടിക്കാൻ വിളിക്കുന്നുണ്ടെങ്കിലും ദേഷ്യത്തോടെ നോക്കിയിട്ട് തനിക്ക് ജോലിയുണ്ടെന്ന് പറഞ്ഞ് അവളത് നിരസിക്കുന്നു.
അതേസമയം പോലീസ് ഓഫീസർ തന്റെ അസിസ്റ്റന്റിനെ വിളിച്ച് മിയാലിയെക്കുറിച്ച് അന്വേഷിക്കുന്നു. അവൾ ഇതുവരെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലെന്ന് അസിസ്റ്റന്റ് മറുപടി നൽകുന്നു. കിം ഇവിടെയുണ്ടെന്ന് മിയാലിക്ക് അറിയാമെന്ന് ഓഫീസർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവളെ നിരീക്ഷിക്കാൻ അദ്ദേഹം അസിസ്റ്റന്റിനെ ഏൽപ്പിച്ചത്. ആരുമില്ലാത്ത സമയത്ത് മിയാലി പതുക്കെ ഡയറക്ടറുടെ മുറിയിൽ കയറി ഫയലുകൾ പരിശോധിക്കുന്നു. തനിക്ക് പകരം ദാമിഷിനെയാണ് പെർമനന്റ് ആക്കാൻ തീരുമാനിച്ചതെന്ന് ഉറപ്പായതോടെ അവൾ ആകെ തകർന്നുപോയി. കരഞ്ഞുകൊണ്ട് സ്വന്തം സീറ്റിലെത്തിയ അവൾ തന്റെ ഡ്രോയർ തുറക്കുന്നു. അതിൽ കിം ഉപയോഗിച്ചിരുന്ന ആ കത്തിയുണ്ടായിരുന്നു. വിഷമവും ദേഷ്യവും കൂടുമ്പോൾ ഈ കത്തി കയ്യിൽ പിടിച്ചാൽ ആശ്വാസം ലഭിക്കുമെന്ന് കിം പറഞ്ഞതോർത്ത് അവൾ ആ കത്തി കയ്യിലെടുക്കുന്നു. പതിവ് പോലെ ഡയറക്ടർ പുകവലിക്കാനായി ആ വിജനമായ സ്ഥലത്തേക്ക് പോകുന്നു. കൂടെ ജോയി ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം ഒറ്റയ്ക്കാണ്. കയ്യിൽ ലൈറ്റർ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം ചുറ്റും നോക്കുമ്പോൾ താഴെ ആരോ പുകവലിക്കുന്നതുപോലെ തോന്നുന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. പക്ഷേ അവിടെ ഒരു ലൈറ്റർ ഇരിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. അത് മരിച്ചുപോയ ജോയിയുടേതായിരുന്നു. ഭയന്നുപോയ അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ വാതിലുകളെല്ലാം തനിയെ അടയുന്നു. വിചിത്രമായ ചില ശബ്ദങ്ങൾ കേൾക്കുന്നതോടെ അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ കഥ കഴിയുന്നു. അതേസമയം ജോലി രാജിവെച്ച് മടങ്ങിവരികയായിരുന്ന ഹാനിന് ഡയറക്ടറുടെ ഫോണിൽ നിന്നൊരു സന്ദേശം വരുന്നു. നമുക്ക് സംസാരിച്ചു തീർക്കാം, നിനക്ക് പ്രൊമോഷൻ തരാം, ഉടനെ ഓഫീസിലേക്ക് വരൂ എന്നതായിരുന്നു സന്ദേശം. പ്രൊമോഷൻ കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഹാൻ തിരികെ ഓഫീസിലേക്ക് പോകുന്നു. പോലീസ് ഓഫീസർ മിയാലിയുടെ വീട്ടിൽ ചെന്ന് പരിശോധന നടത്തുന്നുണ്ടെങ്കിലും അവിടെ നിന്നൊന്നും കണ്ടെത്താനായില്ല. അദ്ദേഹം മടങ്ങാനൊരുങ്ങുമ്പോൾ അയൽപ്പക്കത്തെ പെൺകുട്ടി അവിടേക്ക് വരുന്നു. സാർ, ഇന്നലെ ആ പെൺകുട്ടിയുടെ മുറിയിൽ ചെന്നപ്പോൾ അവളൊരു പ്രതിമയെപ്പോലെ അനങ്ങാതെ നിൽക്കുകയായിരുന്നു. അവളുടെ കയ്യിലൊരു കത്തിയുണ്ടായിരുന്നു. ഒരു പ്രേതത്തെ പോലെയാണ് അവളെ തോന്നിപ്പിച്ചത് എന്ന് ആ പെൺകുട്ടി വെളിപ്പെടുത്തുന്നു. ഇത് കേട്ടതോടെ പോലീസ് ഓഫീസർ ഞെട്ടിപ്പോകുന്നു. അതേസമയം ഓഫീസിലേക്ക് തിരികെ എത്തിയ സീനിയറായ ഹാൻ റെസ്റ്റ് റൂമിൽ പോകുന്നു. അവൾ റെസ്റ്റ് റൂമിൽ കയറി വാതിലടച്ചതും പുറത്തുനിന്ന് ആരോ വാതിലിൽ ശക്തിയായി മുട്ടാൻ തുടങ്ങുന്നു. ഹാൻ വല്ലാതെ ഭയന്നുപോയി. പരിഭ്രമത്തിനിടയിൽ അവളുടെ ഫോൺ താഴെ വീഴുന്നു. തറയിലൂടെ കൈ നീട്ടി ഫോൺ എടുക്കാൻ നോക്കുമ്പോൾ പെട്ടെന്നൊരു കൈ വന്ന് ആ ഫോൺ തട്ടിമാറ്റുന്നു. ആരാണിത്? എന്തിനാണിങ്ങനെ ചെയ്യുന്നത് എന്ന് ഹാൻ പേടിയോടെ ചോദിക്കുന്നു. അല്പസമയത്തിനു ശേഷം അവൾ പതുക്കെ വാതിൽ തുറന്നു നോക്കുമ്പോൾ പുറത്താരെയും കാണുന്നില്ല. വേഗം അവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതി അവൾ പുറത്തിറങ്ങാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് കിം അവിടേക്ക് ഇരച്ചു കയറുന്നു. ഹാൻ ഭയന്ന് നിലവിളിക്കുന്നു. ഈ രംഗങ്ങൾ കാണിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു ദൃശ്യവും കാണിക്കുന്നുണ്ട്. മെയിന്റനൻസ് റൂമിൽ നിന്ന് സഹിക്കാനാവാത്ത ദുർഗന്ധം വരുന്നു എന്ന് പരാതിപ്പെട്ടതിനെ തുടർന്ന് പോലീസ് അസിസ്റ്റന്റും മെയിന്റനൻസ് ജീവനക്കാരനും അവിടെ പരിശോധന നടത്തുന്നു. റെസ്റ്റ് റൂമിൽ കിം ഹാനിനെ ക്രൂരമായി കുത്തിക്കൊല്ലുകയാണ്. രക്തം തെറിക്കുന്ന ആ ക്രൂരമായ ദൃശ്യങ്ങൾ അവിടെ നടക്കുന്നു. അതേസമയം മെയിന്റനൻസ് റൂമിൽ തിരച്ചിൽ നടത്തിയ അസിസ്റ്റന്റ് അവിടെ കണ്ട കാഴ്ച കണ്ട് സ്തബ്ധനായി നിൽക്കുന്നു. ഡയറക്ടറുടെ മൃതദേഹമാകും അതെന്നാണ് നമ്മൾ കരുതുക. പക്ഷെ അവിടെയാണ് സിനിമയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. അവിടെ കിടക്കുന്നത് കിമ്മിന്റെ മൃതദേഹമാണ്. കിം മരിച്ചിട്ട് 2-3 ദിവസമായി എന്ന് വ്യക്തമാകുന്നു. കിം മരിച്ചുപോയെങ്കിൽ പിന്നെ ആരാണ് ഈ കൊലപാതകങ്ങൾ ചെയ്യുന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരം അടുത്ത നിമിഷം വെളിപ്പെടുന്നു. രക്തം പുരണ്ട ആ കത്തി ബേസിനിൽ വെച്ച് കഴുകുന്നത് മറ്റാരുമല്ല, നമ്മുടെ നായിക മിയാലിയാണ്. തുടക്കം മുതൽ കൊലപാതകങ്ങൾ ചെയ്യുന്നത് മിയാലിയാണെന്ന ഞെട്ടിക്കുന്ന സത്യം അവിടെ വെച്ച് വെളിപ്പെടുന്നു. ഓഫീസിലേക്ക് വരികയായിരുന്ന ഇൻസ്പെക്ടർക്ക് അസിസ്റ്റന്റിന്റെ കോൾ വരുന്നു. കിം മരിച്ചുപോയ വിവരം കേട്ട അദ്ദേഹം വണ്ടി സഡൻ ബ്രേക്കിട്ട് നിർത്തുന്നു. കിം മരിച്ചിട്ടും കൊലപാതകങ്ങൾ തുടരുന്നത് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തുന്നു. തിരികെ ഓഫീസിലെത്തുന്ന യാമിയും ലിയോണും കാണുന്നത് കിമ്മിന്റെ ഡെസ്കിലിരുന്ന് ജോലി ചെയ്യുന്ന മിയാലിയെയാണ്. അവൾ ഓഫീസിലെ എല്ലാവരുടെയും ജോലി ഒറ്റയ്ക്ക് ചെയ്തു തീർത്തിരുന്നു. നീ എന്തിനാണിതൊക്കെ ചെയ്യുന്നത്? ആര് പറഞ്ഞു നിന്നോടിതൊക്കെ ചെയ്യാൻ എന്ന് യാമി ദേഷ്യപ്പെട്ട് ചോദിക്കുന്നു. മിയാലി അവരെ രൂക്ഷമായി ഒന്ന് നോക്കുന്നു. ദേഷ്യം വന്ന യാമി മിയാലിയുടെ മുഖത്തടിക്കുന്നു. നീ വെറുമൊരു ഇന്റേൺ മാത്രമാണ്. നിന്നെ ഈ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇനി നീ ഇവിടെ നിൽക്കണ്ട എന്നു പറഞ്ഞ് യാമി നടന്നു നീങ്ങുന്നു. എന്നാൽ മിയാലി പതുക്കെ അവളുടെ പിന്നാലെ ചെന്ന് കയ്യിലുണ്ടായിരുന്ന ഒരു ഭാരമുള്ള വസ്തുകൊണ്ട് യാമിയുടെ തലക്കടിക്കുന്നു. യാമി രക്തം വാർന്ന് താഴെ വീഴുന്നു. ഇത് കണ്ട് ലിയോൺ ഭയന്നു വിറയ്ക്കുന്നു. ആ സമയം മിയാലി കയ്യിൽ കത്തിയുമായി രക്തത്തിൽ കുളിച്ച് ബോധരഹിതയായി കിടക്കുന്ന യാമിയെ ഒരിരയെ എന്ന വണ്ണം നോക്കി നിൽക്കുകയാണ്. ലിയോൺ ഓടുന്നതിനിടയിൽ മറ്റൊരു ഭയാനകമായ കാഴ്ച കാണുന്നു. ഡയറക്ടർ കഴുത്തറക്കപ്പെട്ട നിലയിൽ പടികളിൽ മരിച്ചു കിടക്കുന്നു. മിയാലി യാമിയെ വരാന്തയിലൂടെ വലിച്ചിഴച്ചുകൊണ്ടുപോകുന്നു. മരണത്തോട് മല്ലിടുന്ന യാമി കണ്ണു തുറന്നു നോക്കുമ്പോൾ അവൾക്ക് മുന്നിൽ നിൽക്കുന്നത് മിയാലിയല്ല, മറിച്ച് കിം ആണ്. അതെ, ഈ സിനിമയിൽ കൊല്ലപ്പെടുന്നവരുടെ എല്ലാം കണ്ണുകൾക്ക് മുന്നിൽ അവസാന നിമിഷം മിയാലിക്ക് പകരം കിം ആണ് പ്രത്യക്ഷപ്പെടുന്നത്. ആ സമയം പോലീസ് ഓഫീസർ ഓഫീസിന്റെ പ്രവേശന കവാടത്തിലെത്തുന്നു. പെട്ടെന്ന് മുകളിൽ നിന്നൊരു മൃതദേഹം അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന് വീഴുന്നു. അത് യാമിയുടേതായിരുന്നു. അകത്ത് ലിയോൺ ഇതെല്ലാം കണ്ട് സ്തംഭിച്ചു നിൽക്കുകയാണ്. ആ സമയം മിയാലി തന്റെ കൈവശമുണ്ടായിരുന്ന കത്തി താഴെയിടുന്നു. ലിയോൺ ആ കത്തിയെടുത്ത് മിയാലിയെ നേരിടാൻ നോക്കുമ്പോൾ അവൾ പെട്ടെന്നൊരു ഇരയെപ്പോലെ അഭിനയിക്കാൻ തുടങ്ങുന്നു. ദയവായി എന്നെ ഒന്നും ചെയ്യരുത്, ആ കത്തി എനിക്ക് തിരിച്ചു തരൂ, അതെന്റെ കയ്യിലിരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് അവൾ കരഞ്ഞുകൊണ്ട് അവന്റെ അടുത്തേക്ക് നീങ്ങുന്നു.
കത്തിക്കായി ഇരുവരും തമ്മിൽ മൽപ്പിടുത്തം നടക്കുന്നു. ആ പോരാട്ടത്തിനിടയിൽ ലിയോൺ മിയാലിയുടെ വയറ്റിൽ കത്തി കുത്തിയിറക്കുന്നു. ആ കൃത്യസമയത്താണ് പോലീസ് ഓഫീസർ അവിടേക്ക് കടന്നുവരുന്നത്. വയറ്റിൽ കത്തിയിറങ്ങിയ മിയാലി അവിടെ വീഴുന്നു. എന്നാൽ ലിയോണിന്റെ കണ്ണുകൾക്കും മിയാലി ഇപ്പോൾ കിം ആയിട്ടാണ് തോന്നുന്നത്. നീ ചാവ് എന്നലറിക്കൊണ്ട് അവൻ അവളുടെ കഴുത്ത് ഞെരിക്കാൻ തുടങ്ങുന്നു. ഇത് കണ്ട പോലീസ് ഓഫീസർ ഉടനെ ലിയോണിന്റെ നെറ്റിയിലേക്ക് വെടിയുതിർക്കുന്നു. ലിയോൺ അവിടെ തന്നെ മരിച്ചു വീഴുന്നു. ഗുരുതരമായി പരിക്കേറ്റ മിയാലിയെ ഓഫീസർ ആശുപത്രിയിലെത്തിക്കുന്നു. ഇപ്പോൾ നടന്ന എല്ലാ കൊലപാതകങ്ങളുടെയും ഉത്തരവാദിത്തം മരിച്ച ലിയോണിന്റെ മേൽ വന്നുചേരുന്നു. അതേസമയം കിമ്മിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരുന്നു. കിം വിഷം കഴിച്ചാണ് മരിച്ചതെന്ന് അതിൽ വ്യക്തമാകുന്നു. അതായത് ഓഫീസിൽ നടന്ന ഈ കൊലപാതകങ്ങൾക്കൊന്നും കിം ഉത്തരവാദിയല്ല. മിയാലി പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുമ്പോൾ ലിയോണാണ് എല്ലാവരെയും കൊന്നതെന്ന് പോലീസ് വിശ്വസിക്കുന്നു. മിയാലി തന്റെ ബുദ്ധിപരമായ നീക്കത്തിലൂടെ രക്ഷപ്പെടുന്നു. കിം മരിച്ചിട്ട് 2 ദിവസമായെന്ന് പോലീസ് കണ്ടെത്തുന്നു. അതായത് എന്ന് അദ്ദേഹം തന്റെ കുടുംബത്തെ കൊലപ്പെടുത്തിയോ അന്ന് തന്നെ അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്ന്. കിം എന്തിനാണ് തന്റെ കുടുംബത്തെ കൊന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. അപ്പോൾ ഓഫീസിലെ കൊലപാതകങ്ങൾ ചെയ്തത് കിം അല്ല എന്ന് ഉറപ്പായി. ഈ കൊലപാതകങ്ങളെല്ലാം ലിയോൺ ചെയ്തതാകാമെന്ന് പോലീസ് വിശ്വസിക്കുന്നു. കിമ്മിന്റെ ഒരു ഡയറി പോലീസിന് ലഭിക്കുന്നു. അത് ഇൻസ്പെക്ടർ വായിക്കാൻ തുടങ്ങുന്നു. കുടുംബത്തിന്റെ ഏക വരുമാനം താനായിരുന്നു. ഭിന്നശേഷിക്കാരനായ മകൻ, പ്രായമായ മാതാപിതാക്കൾ. താൻ മരിക്കുന്നതിനു മുൻപ് ഹൃദയഭേദകമായ പല കാര്യങ്ങളും കിം ആ ഡയറിയിൽ എഴുതിവെച്ചിരുന്നു. ഈ ഓഫീസിൽ നിറയെ ചെന്നായ്ക്കളാണ്. ഒരാളെ എപ്പോൾ കുത്തിക്കീറാമെന്ന് കാത്തിരിക്കുന്ന ചെന്നായ്ക്കൾ എന്ന് അദ്ദേഹം എഴുതിയിരുന്നു. ഓഫീസിലെ ചതികളും ഒറ്റപ്പെടുത്തലുകളും താഴ്ത്തിക്കെട്ടലുകളും തന്നെ എത്രമാത്രം വേദനിപ്പിച്ചിരുന്നു എന്ന് ആർക്കുമറിയില്ല. താനില്ലാതായാൽ അവർ പട്ടിണിയിലാകുമെന്ന് കരുതിയാണ് അദ്ദേഹം തന്റെ കുടുംബത്തോട് ആ ക്രൂരത ചെയ്തത് എന്ന് അദ്ദേഹം അതിൽ വിവരിച്ചിരുന്നു. ഇതെല്ലാം വായിച്ച ശേഷം ഇൻസ്പെക്ടർ ആശുപത്രിയിൽ ചെല്ലുന്നു. മിയാലിയെ കാണുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ആ കത്തിയുണ്ട്. അതവളെ കാണിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇതൊരു സാധാരണ കത്തിയല്ല, അതൊരു ഹൊറർ എലമെന്റ് കൂടിയാണ് എന്ന് അദ്ദേഹം പറയുന്നു. നിനക്ക് പേടിയുണ്ടോ എന്നുകൂടി ചോദിക്കുന്നു. നിങ്ങൾ എന്നെ രക്ഷിച്ചല്ലോ, ഇപ്പോൾ കുഴപ്പമില്ല എന്നവൾ നിഷ്കളങ്കമായി മറുപടി നൽകുന്നു. ഈ കത്തിയെക്കുറിച്ച് കിം ഒരു രംഗത്തിൽ പറയുന്നുണ്ട്. ഈ കത്തി ആത്മഹത്യ ചെയ്ത ഒരാളിൽ നിന്ന് ലഭിച്ചതാണ് എന്ന് നിനക്കെന്തെങ്കിലും അറിയാമോ എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുമ്പോൾ അത് ആ കത്തി തന്റെ പക്കലുണ്ടായിരുന്നു എന്ന് അവൾ വളരെ നിസ്സാരമായി സമ്മതിക്കുന്നു. എന്തിനാണ് ഇത് ഓഫീസിൽ വെച്ചതെന്ന് ചോദിച്ചപ്പോൾ ആ കത്തി കയ്യിൽ പിടിക്കുന്നവരിലേക്ക് ഒരു അദൃശ്യ ശക്തി കടന്നുകൂടുന്നുണ്ട്. ആ കത്തി കയ്യിൽ പിടിക്കുമ്പോൾ തന്റെ ടെൻഷനും ഡിപ്രഷനും മാറുന്നതുപോലെ തോന്നൽ അത് മിയാലിയെയും ബാധിച്ചിരുന്നു. അതുകൊണ്ടാണ് അത് കൊണ്ടു നടന്നതെന്നും അവൾ മറുപടി നൽകുന്നു. അതുകൊണ്ടെല്ലാമാണ് മിയാലിയുടെ കണ്ണിൻ മുന്നിൽ കിമ്മിന്റെ രൂപം പ്രത്യക്ഷപ്പെട്ടത്. മിയാലി ഒരു പാവം പെൺകുട്ടിയാണെന്ന് കരുതി ഇൻസ്പെക്ടർ അവിടെ നിന്ന് പോകുന്നു. മിയാലി മറ്റൊരു കമ്പനിയിൽ പുതിയ ഇന്റർവ്യൂവിനായി നിൽക്കുന്ന കാഴ്ചയോടെ സിനിമ അവസാനിക്കുന്നു. അവിടെ അവൾ ഇനി എന്തൊക്കെ ചെയ്യുമെന്നൊരു ഭയം സിനിമ ബാക്കിവെക്കുന്നു. മിയാലിയെ ഒരു കൊലയാളിയാക്കി മാറ്റുന്നതിൽ ആ കത്തിക്ക് വലിയൊരു പങ്കുണ്ട്. അതുകൊണ്ട് ആ കത്തിയാണ് കിമ്മിനെക്കൊണ്ട് സ്വന്തം കുടുംബത്തെ കൊലപ്പെടുത്താനും ആത്മഹത്യ ചെയ്യാനും പ്രേരിപ്പിച്ചത്. ഇവിടെ നായികയെക്കൊണ്ട് കൊലപാതകങ്ങൾ ചെയ്യിച്ചതും അതേ കത്തി തന്നെയാണ്. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഈ കഥ? നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നിരവധി ട്വിസ്റ്റുകൾ നിറഞ്ഞ സിനിമയുടെ ജോണർ പോലും മാറിപ്പോകുന്ന അത്തരമൊരു വ്യത്യസ്തമായ കഥയാണിത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമന്റിൽ പറയണേ. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടുതൽ നല്ല കഥകളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.